LDF അധികാരത്തിലേക്ക് തിരിച്ചെത്തിയതോടെ അടുത്ത മുഖ്യമന്ത്രി ആരാണെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാൻ കോൺഗ്രസ് പാളയത്തിൽ ചർച്ചകൾ സജീവമാകുന്നു. ഹൈക്കമാൻഡ് നിരീക്ഷകരായ അജയ് മാക്കനും മുകുൾ വാസ്നിക്കും തിരുവനന്തപുരത്തെ KPCC ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ എത്തിയതോടെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ആകാംക്ഷ മുറുകുകയാണ്. ഇന്ന് രാവിലെ 11 മണിയോടെ ഇന്ദിരാഭവനിലെത്തിയ നിരീക്ഷകർ നിയുക്ത MLA-മാരുമായി വ്യക്തിപരമായ കൂടിക്കാഴ്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു. മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് ഓരോ അംഗത്തിന്റെയും താൽപര്യം ചോദിച്ചറിഞ്ഞ ശേഷം റിപ്പോർട്ട് ഹൈക്കമാൻഡിന് സമർപ്പിക്കാനാണ് നീക്കം. കേരളത്തിലെ കോൺഗ്രസ് ഭരണ തലപ്പത്തേക്ക് ആര് വരണമെന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുമ്പോൾ മുഖ്യമന്ത്രി പദത്തിനായി 3 പ്രമുഖ നേതാക്കൾക്കിടയിൽ ശക്തമായ പോരാട്ടമാണ് നടക്കുന്നത്. ഓരോ നേതാവിനും അനുകൂലമായും പ്രതികൂലമായും പാർട്ടിക്കുള്ളിൽ വിവിധ ചേരികൾ രൂപപ്പെട്ടു കഴിഞ്ഞു. തിരഞ്ഞെടുപ്പ് മുന്നിൽ നിന്ന് നയിച്ച VD സതീശിന് വേണ്ടി അദ്ദേഹത്തിന്റെ അനുയായികൾ ഉറച്ച നിലപാടിലാണ്. പൊതുസമൂഹത്തിന്റെ വലിയൊരു പിന്തുണ സതീശനുണ്ടെന്നും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നത് ജനവികാരത്തിന് വിരുദ്ധമാണെന്നും ഇവർ വാദിക്കുന്നു. സതീശനെ മുഖ്യമന്ത്രിയാക്കാത്ത പക്ഷം അദ്ദേഹം മന്ത്രിസഭയുടെ ഭാഗമാകാതെ വിട്ടുനിന്നേക്കുമെന്ന അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നതിനിടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സതീശൻ അനുകൂലികൾ പന്തം കൊളുത്തി പ്രകടനം നടത്തി തങ്ങളുടെ പ്രതിഷേധവും പിന്തുണയും പരസ്യമാക്കിയിട്ടുണ്ട്. അതേസമയം ദേശീയ രാഷ്ട്രീയത്തിലും തന്റെ കരുത്തും ഹൈക്കമാൻഡുമായുള്ള അടുത്ത ബന്ധവുമാണ് KC വേണുഗോപാലിന്റെ പ്രധാന ആയുധം. അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ട് KPCC പ്രസിഡന്റ് K സുധാകരൻ തന്നെ നേരിട്ട് നിരീക്ഷകർക്ക് കത്ത് നൽകിയത് പാർട്ടിയിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളെ പാടെ മാറ്റിമറിച്ചിരിക്കുകയാണ്. 50-ലേറെ MLA-മാരുടെ പിന്തുണ KCക്കുണ്ടെന്ന് അദ്ദേഹത്തിന്റെ വക്താവ് അനിൽ ബോസ് അവകാശപ്പെടുമ്പോൾ അത് സതീശൻ പക്ഷത്തിന് വലിയ വെല്ലുവിളിയാകുന്നു. ഈ 2 യുവ നേതാക്കൾക്കും ഇടയിൽ തന്റെ പരിചയ സമ്പത്തും സീനിയോറിറ്റിയും മുൻനിർത്തി രമേശ് ചെന്നിത്തലയും സജീവമായി രംഗത്തുണ്ട്. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ വെച്ച് അദ്ദേഹം സോണിയാഗാന്ധിയുമായി നടത്തിയ കൂടിക്കാഴ്ച കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ ചർച്ച ചെയ്യാനാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. മഹാരാഷ്ട്രയിലെ സംഘടനാ കാര്യങ്ങളാണ് ചർച്ച ചെയ്തതെന്ന് ചെന്നിത്തല പുറമെ പറയുന്നുണ്ടെങ്കിലും കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തന്റെ അവകാശവാദം ഹൈക്കമാൻഡിനെ ബോധ്യപ്പെടുത്താൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടെന്നാണ് സൂചന. ചുരുക്കത്തിൽ 3 ധ്രുവങ്ങളിലായി നിൽക്കുന്ന ഈ നേതാക്കളിൽ ആരെ ഹൈക്കമാൻഡ് തിരഞ്ഞെടുക്കുമെന്നതിനെ ആശ്രയിച്ചിരിക്കും വരും ദിവസങ്ങളിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ ഗതി. KPCC പ്രസിഡന്റ് K സുധാകരന്റെ പരസ്യമായ നിലപാടും അതിനെതിരെയുള്ള സതീശൻ പക്ഷത്തിന്റെ ശക്തമായ പ്രതിരോധവും കോൺഗ്രസിനുള്ളിലെ ആഭ്യന്തര കലഹത്തെ പുതിയ തലത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ട് നിരീക്ഷകർക്ക് കത്ത് നൽകിയതോടെ സുധാകരൻ തന്റെ പക്ഷം വ്യക്തമാക്കിയെങ്കിലും ഇത് പാർട്ടിയിലെ ഒരു വിഭാഗത്തെ ചൊടിപ്പിച്ചിട്ടുണ്ട്. കോൺഗ്രസിൽ ഒരു സതീശൻ മാത്രമല്ല ഉള്ളത്, ഒരുപാട് സതീശന്മാരുള്ള പാർട്ടിയാണിത് എന്ന സുധാകരന്റെ പരിഹാസ രൂപേണയുള്ള പ്രസ്താവന സതീശൻ അനുകൂലികളെ പ്രകോപിപ്പിക്കുകയും പാർട്ടിയിലെ ഭിന്നത രൂക്ഷമാണെന്ന് പരസ്യമാക്കുകയും ചെയ്തു. ഈ ആഭ്യന്തര തർക്കങ്ങൾക്കിടയിൽ UDF-ലെ ഘടകകക്ഷികളായ മുസ്ലിം ലീഗ്, കേരള കോൺഗ്രസ് എന്നിവരുടെ നിലപാട് അതീവ നിർണായകമാണ്. ഭരണത്തിന്റെ സുഗമമായ നടത്തിപ്പിന് ഘടകകക്ഷികളുടെ പൂർണ്ണ പിന്തുണ ആവശ്യമായതിനാൽ ഹൈക്കമാൻഡ് നിരീക്ഷകർ ഈ പാർട്ടികളുടെ നേതാക്കളുമായി നടത്തുന്ന ആശയവിനിമയം മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിൽ വലിയ സ്വാധീനം ചെലുത്തും. കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് പോര് പരിഹരിക്കുന്നതിനൊപ്പം തന്നെ ഘടകകക്ഷികൾക്ക് കൂടി പൂർണ്ണമായി സ്വീകാര്യനായ ഒരു നേതാവിനെ കണ്ടെത്തുക എന്നത് ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ഏറ്റവും വലിയ രാഷ്ട്രീയ വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്. കേരളത്തിലെ കോൺഗ്രസ് ഭരണ തലപ്പത്ത് ആരിക്കണം എന്നതിനെ കുറിച്ചുള്ള അന്തിമ തീരുമാനം ഹൈക്കമാൻഡിൽ നിക്ഷിപ്തമായിരിക്കെ സംസ്ഥാന രാഷ്ട്രീയം വലിയൊരു ആകാംക്ഷയുടെ നിഴലിലാണ്. നിയുക്ത MLA-മാരുമായി ഓരോരുത്തരുമായി കൂടിക്കാഴ്ച നടത്തി അഭിപ്രായം ചോദിച്ച ശേഷം കേന്ദ്ര നിരീക്ഷകർ ഡൽഹിയിലേക്ക് മടങ്ങുന്നതോടെയാണ് യഥാർത്ഥ നിർണായക ഘട്ടം ആരംഭിക്കുന്നത്. മുഖ്യമന്ത്രി ആരാകുമെന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് കാത്തിരിക്കൂ എന്ന ഒറ്റവാക്കിൽ അജയ് മാക്കൻ മറുപടി നൽകിയത് അന്തിമ പ്രഖ്യാപനത്തിന് മുന്നോടിയായി ഹൈക്കമാൻഡ് അതീവ ജാഗ്രത പുലർത്തുന്നു എന്നതിന്റെ സൂചനയാണ്. എങ്കിലും ഇന്ദിരാഭവന്റെ അണിയറയിൽ അതീവ ഗൗരവകരമായ ചർച്ചകളും നീക്കങ്ങളും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. ഓരോ നേതാവിന്റെയും പേരിനൊപ്പം നിൽക്കുന്ന MLA-മാരുടെ എണ്ണവും പാർട്ടിയിലെ സ്വാധീനവും നിരീക്ഷകർ സോണിയാഗാന്ധി അടക്കമുള്ള മുതിർന്ന നേതാക്കളെ ബോധ്യപ്പെടുത്തും. കേരളത്തിന്റെ ഭാവി വികസനത്തിനും അതിലുപരി പാർട്ടിക്കുള്ളിലെ ഐക്യത്തിനും മുൻഗണന നൽകുന്ന ഒരു തീരുമാനമാകുമോ ഹൈക്കമാൻഡിൽ നിന്ന് ഉണ്ടാകുക എന്നത് വരും മണിക്കൂറുകളിൽ പ്രഖ്യാപനത്തോടെ വ്യക്തമാകും. VD സതീശൻ, KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല എന്നിങ്ങനെ 3 കരുത്തരായ നേതാക്കളിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കുമ്പോൾ മറ്റ് 2 പക്ഷങ്ങളെയും തൃപ്തിപ്പെടുത്തുകയും പാർട്ടിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള വിള്ളലുകൾ പരിഹരിക്കുകയും ചെയ്യുക എന്നതാകും കോൺഗ്രസ് ദേശീയ നേതൃത്വം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. ഭരണം സുഗമമായി കൊണ്ടുപോകുന്നതിനും ഘടകകക്ഷികളുടെ വിശ്വാസം കാത്തുസൂക്ഷിക്കുന്നതിനും അനിവാര്യമായ ഒരു സമവായ ഫോർമുല കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ഹൈക്കമാൻഡ്.